ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് ദ ഏരിയ. അപ്പോൾ ഇവിടെ റെക്ടാങ്കിൾ ഉണ്ട്, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറയണത് ഒരു വാല്യൂ എന്ന് പറയണത് 4.5 വേറൊരു വാല്യൂ എന്ന് പറയുന്നത് 3.5 ആണ്. നമുക്ക് ഇവരെ രണ്ടും മിക്സ്ഡ് ഫ്രാക്ഷൻ കിടക്കുന്നത് നമുക്ക് തന്നെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ലെങ്ത്ത് = 4.5. അതിൻ്റെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 4 × 2 8 വരും, 8 × 1 9. സോ 9/2 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. ദെൻ നമുക്ക് ബ്രെഡ്ത്തും ഇതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 3 1/4 ആണ്. 3 × 4 12, 12 + 1 13, 13/4 എന്ന് നമുക്ക് കിട്ടും. 9 12 13, 13/4 ഇത്രയും സെൻറ്റിമീറ്റേഴ്സ്. ദെൻ നമുക്ക് ഏരിയ കാണണം. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 9/2 ഇൻറ്റു 13/4. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാനൊന്നുമില്ല, നമുക്ക് നേരിട്ട് ചെയ്യണം. 19 × 13 എന്ന് പറഞ്ഞാൽ 117 ആണ്. 4 × 2 എന്ന് പറയുമ്പോൾ 8 ആണ്. സോ ഈ 117/8 നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനാക്കി എഴുതണം. 117/8 ഒരു പ്രാവശ്യം 8 37 37ൽ 3 6 48 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. സോ 32 എന്ന് വരും. റിമൈൻഡർ 5. പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്കത് 14 5/8 എന്ന് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ പറഞ്ഞേക്കണത് എന്തൊക്കെയാണ്? 6 3/4 6 3/4 അതുപോലെ 5 1/3 ആണ്. അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷനാണ് കിടക്കുന്നത്. എളുപ്പത്തിലാക്കാണ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ലെങ്ത്ത് = 6 3/4. പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 6 × 3 24, 24 + 3 27, 27/4 എന്ന് കിട്ടും. ദെൻ നമുക്ക് ബ്രെഡ്ത്തിനെയും കൺവേർട്ട് ചെയ്യണം. ബ്രെഡ് എന്ന് പറഞ്ഞാൽ 5 1/3 ആണ്. 5 × 3 15, 15 + 1 16. സോ 16/3 എന്ന് വരും. ഇനി ഏരിയ ആണ്. ഈ ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ല, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്, അതായത് 27/4 × 16/3. നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അല്ലേ? 3 3ൽ ഒരു പ്രാവശ്യം, 3 27ൽ 9 പ്രാവശ്യം. പിന്നെ 4ഉം 16 വെട്ടണം. 4ൽ 4 ഒരു പ്രാവശ്യം, 4 16ൽ 4 പ്രാവശ്യം. സോ 9 × 4 നമുക്ക് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഏരിയ. അത്രയേ ഉള്ളൂ. മനസ്സിലായി? വെട്ടിക്കളഞ്ഞത് 3 കൊണ്ട് വെട്ടി, ദെൻ 4ഉം കൊണ്ട് വെട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതായത് തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 1/3 ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3/4. അപ്പോൾ നമുക്ക് ചെയ്യാം, എളുപ്പമല്ലേ? ലെങ്ത്ത് = 1/3. സോ 1 × 3 3 + 1 4/3 എന്ന് വരും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3/4. സോ നമുക്ക് രണ്ടും കൂടി മൾട്ടിപ്പിൾ ആണ്, അതാണ് ഏരിയ. സോ ഏരിയ = 4/3 × 3/4. 4ഉം 4ഉം വെട്ടിപ്പോയി, 3ഉം 3ഉം വെട്ടിപ്പോയി. എന്ത് കിട്ടും? 1 മീറ്റർ സ്ക്വയർ എന്ന്, മീറ്റർ അല്ല 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് 1.5 മീറ്റർ സൈഡ്. അപ്പോൾ സൈഡ് തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 1.5 ആണ് സൈഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ. നമുക്ക് ആദ്യം അത് എഴുതി വയ്ക്കാം. ഏരിയ ഓഫ് എ സ്ക്വയർ എത്രയാണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. ഇവിടെ സൈഡുകളൊക്കെ സെയിം ആണ്. എത്രയാണെന്ന് പറഞ്ഞേക്കണേ? 1.5 എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 1.5 × 1.5. അപ്പോൾ ഈ 1.5 കിടക്കുന്നത് മിക്സ്ഡ് ഫ്രാക്ഷനാണ്. നമുക്കതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 1.5 മാറ്റുമ്പോൾ 1 × 2 2 വരും. 2 + 1 3, 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിനെ മാറ്റുമ്പോൾ 3/2 × 3/2 എന്ന് വരും. ഒന്നും വെട്ടി പോകാനൊന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 3 × 3 9, 2 × 2 4. 9/4 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ. പക്ഷേ ക്വസ്റ്റ്യനിൽ മിക്സ്ഡ് ഫ്രാക്ഷനായി കിടക്കുന്നത് കൊണ്ട് ആൻസർ നമ്മൾ എങ്ങനെ എഴുതണം? മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എഴുതണം. 9/4 ചെയ്യുക,
2 ടൈംസ് 8 വരും 1. അപ്പോൾ എന്താണ് ആൻസർ? 2 1/4 ആണ് അതിൻ്റെ ഏരിയ. യൂണിറ്റ് എഴുതുക മീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 14 മീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ഏരിയ? എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചുറ്റളവ് എന്ന് പറയും മലയാളത്തിൽ. ഇവിടെ നമുക്ക് സ്ക്വയറിൻ്റെ കേസിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഓഫ് ലെങ്ത് ഓഫ് സൈഡ്. നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പെരിമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? 14 ആണ്. 14 ആണ് 4 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് സൈഡിൻ്റെ ലെങ്ത്ത് കിട്ടും. എന്ത് ചെയ്താൽ മതി? ഈ 4 ഈക്വൽസിൻ്റെ ഇപ്പുറത്തോട്ട് പോകും. ഇൻറ്റു 4 ആണ്. ഈക്വൽസിന് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? /4 ആവും. സോ 14/4 വെട്ടിക്കളയാം. എന്തും കൊണ്ട്? 2 കൊണ്ട്. 14ൽ 2 7 പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം. അപ്പോൾ 7/2 മീറ്റേഴ്സ് ആണ് അതിൻ്റെ ലെങ്ത്ത് ഓഫ് സൈഡ് കിട്ടി. ഇനി നമുക്ക് ഏരിയ വേണം. ഏരിയ ഓഫ് ദ സ്ക്വയർ നമുക്കറിയാമല്ലോ. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. കാരണം അവിടെ എല്ലാ സൈഡും എന്താണ്? സെയിം ആണ്. സോ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് 7/2. 7/2 ഇൻറ്റു 7/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7/2 ഇൻറ്റു 7/2 ചെയ്യാനറിയാമോ? 7ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 49/4 എന്ന് കിട്ടും. സോ ഈ 49/4നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതണം. സോ 49/4, 4ൽ 1 പ്രാവശ്യം, 9ൽ 2 പ്രാവശ്യം. സോ 8 1 എന്ത് വരും ആൻസർ? 12 1/4 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് വൺ സ്ട്രിങ് ഈസ് 4 meter and length of another string is 14 meter. What fraction of the longer string is the shorter string? How much times of the shorter string is the longer string? അത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. നമുക്ക് ഇവർ തന്നേക്കുന്ന ഓർഡറിൽ തന്നെ വെറുതെ സൈഡിൽ എഴുതി വെക്കുക. ആദ്യം 4 ചെറുത്, ദെൻ 14, ദെൻ ഇങ്ങോട്ടൊരു ആരോ ഇടുക, അതാണ് ടൈംസ്. ഇങ്ങോട്ടൊരു ആരോ ഇടുക, അതാണ് ഓഫ് ദ. ഇനി എന്താണ് ഈ ടൈംസ് ഓഫ് ദ എന്നൊക്കെ പറയാം. 14/4 അത് വലുത് ബൈ ചെറുത്, 2 കൊണ്ട് വെട്ടിക്കളയാം. 7/2 അങ്ങനെ കിട്ടും. 4 ഈസ് 7/2 ടൈംസ് ഓഫ് 14. ഷോർട്ടർ സ്ട്രിങ് ഈസ് 7/2 ടൈംസ് ഓഫ് ലോങ്ങർ സ്ട്രിങ്. ദെൻ ഇങ്ങോട്ട് നോക്കുക. ഈ 7/2ന് റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ തിരിച്ചെഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 2/7. എങ്ങനെ കിട്ടും? 14 ഈസ് 2/7 ഓഫ് ദ 4. ക്ലിയർ? ദെൻ നമുക്ക് ആൻസറിലോട്ട് എഴുതാം. എങ്ങനെ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ് ടു ദ ഷോർട്ടർ സ്ട്രിങ്. അങ്ങനെ തന്നെ എഴുതാം. ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ് ടു ഷോർട്ടർ സ്ട്രിങ്. എങ്ങനെ കിട്ടും? ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സ്ട്രിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ലോങ്ങർ സ്ട്രിങ്. സോ നമുക്ക് എന്ത് കിട്ടും? 2/7 എന്ന് കിട്ടും. ഓക്കെ, ലോങ്ങർ സ്ട്രിങ്ങിൻ്റെ 2/7 ആണ് എന്ത്? ഷോർട്ടർ സ്ട്രിങ്. ക്ലിയർ? ഇനി രണ്ടാമത്തേത്, ഹൗ മച്ച് ടൈംസ് ഓഫ് ദ ഷോർട്ടർ സ്ട്രിങ് ഈസ് ലോങ്ങർ സ്ട്രിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടൈംസ് ഓഫ് ഷോർട്ടർ സ്ട്രിങ് ടു ലോങ്ങർ സ്ട്രിങ്. നേരെ തിരിച്ചെഴുതുക. ലെങ്ത് ഓഫ് ദ ലോങ്ങർ ബൈ ഷോർട്ടർ. അപ്പോൾ എന്ത് കിട്ടും? 7/2 ടൈംസ് എന്ന് കിട്ടും. ക്ലിയർ? ആദ്യം ചെറുതെഴുതുക, വലുതെഴുതുക. ഇങ്ങോട്ട് പോകുന്നത് ടൈംസ്, ഇങ്ങോട്ട് പോകുന്നത് ടൈംസ്, ഇങ്ങോട്ട് പോകുന്നത് ഓഫ് ദ ഫ്രാക്ഷൻ. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 iron block weighs 6 kilogram and another is 26 kilogram. What fraction of the heavier block is lighter block? How much times of the weight of lighter block is heavier block? ഇതുപോലെ തന്നെയാണ്. ഒന്ന് 6 കിലോഗ്രാം ആണ്. ഒന്ന് 6 കിലോഗ്രാം. ദെൻ നെക്സ്റ്റ് ഈസ് 26 കിലോഗ്രാം. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യണത്. നമ്മൾ എങ്ങനെ ചെയ്യും?
ചെറിയ വാല്യൂ നമ്മൾ ആദ്യം എഴുതും, അത് കഴിഞ്ഞ് നമ്മൾ വലിയ വാല്യൂ എഴുതും. ഓക്കെ, ദെൻ ഇങ്ങോട്ട് ആരോ വരയ്ക്കും, അതാണ് ടൈംസ്. ഇങ്ങോട്ട് ആരോ വരയ്ക്കും, അതാണ് ഓഫ് ദ. ഇനി എങ്ങനെ ടൈംസ് കിട്ടും? ടൈംസ് കിട്ടാനായിട്ട് ലാർജർ വാല്യൂ ഡിവൈഡഡ് ബൈ സ്മോൾ വാല്യൂ. അപ്പോൾ 26ഉം 6ഉം നമുക്ക് വെട്ടിക്കളയണം. എന്തും കൊണ്ട്? 2ഉം കൊണ്ട്. 26ൽ 13 ടൈംസ്, 6ൽ 3 ടൈംസ്. അപ്പോൾ 13/3 ടൈംസ് 6 ഈസ് 13/3 ടൈംസ് ഓഫ് 26 എന്ന് കിട്ടും. ഇനി ഇവിടെയോ നേരെ തിരിച്ചെഴുതുക, 3/13 എന്ന് വെച്ചാൽ 26 ഈസ് 3/13. 26ന്റെ 3/13 ആണ് എന്ത്? 6. നമുക്ക് ആൻസറിലോട്ട് വരാം. വാട്ട് ഫ്രാക്ഷൻ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ടു ദ ലൈറ്റർ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റത്തത് ഫ്രാക്ഷൻ ഓഫ് heavier block to lighter block. എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ഓഫ് ദ സ്മോൾ ബ്ലോക്ക് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഹെവിയർ ബ്ലോക്ക്. നമുക്ക് എങ്ങനെ കിട്ടും? 3/13 എന്ന് കിട്ടും. 3/13 ആണ് എന്ത്? ഈ 6 എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ രണ്ടാമത്തത് ഹൗ മച്ച് ടൈം ഓഫ് വെയിറ്റ് ഓഫ് ലൈറ്റർ ബ്ലോക്ക് ഈസ് ഹെവിയർ ബ്ലോക്ക്. നേരെ തിരിച്ച് ടൈംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർത്ത് വെക്കുക, ടൈംസ് എന്ന് പറയുമ്പോൾ ലാർജർ ബൈ സ്മോളർ ആണ്. ഓക്കെ, സ്മോളർ ബ്ലോക്ക് ഈസ് എത്ര ടൈംസ്? 13/3 ടൈംസ് ഓഫ് ഹെവിയർ. ടൈംസ് എന്ന് പറയുമ്പോൾ ലാർജർ ബൈ സ്മോൾ, ഓഫ് ദ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ബൈ ലാർജ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പംകിൻ ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. 2 pieces together weight 1 kilogram. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് വോൾ പംകിൻ? നമുക്ക് ആദ്യം കാര്യത്തിലേക്ക് വരാം. ഒരു പംകിൻ ഉണ്ടായിരുന്നു. ആ പംകിൻ എന്ത് ചെയ്തു? 3 പീസായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഒരു പീസ് എത്രയായിരിക്കും? 1/3 1/3 1/3 ആയിരിക്കും. മനസ്സിലാവുന്നു? മൊത്തം 3 ആണ്, ഒരു പീസാണ്. അങ്ങനെ 3 പീസാക്കി. അപ്പോൾ ഒരു പീസ് എന്ന് പറയുന്നത് 1/3 1/3 1/3 അല്ലേ? 1/3 ആക്കുമ്പോഴല്ലേ 3 പീസ് കിട്ടുക. ക്ലിയർ? ഇനി ഇവർ പറയണത് 2 പീസ് എന്ന് പറയുന്നത് എന്താണ്? 2 pieces ടുഗദർ വെയിറ്റ് 1 kilogram. 2 പീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 kilogram ആണ്. ഓക്കെ, സോ 2 പീസിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 1/3 + 1/3. അപ്പോൾ എന്തായി? 1/3. അപ്പോൾ എന്തായി? 2 പീസിന്റെ വെയിറ്റ് ആയി. അത് എത്രയാണ്? 2/3 ആണ്. 2/3യുടെ വെയിറ്റ് ആണ് എന്ത്? 1 kilogram. ക്ലിയർ? 2/3ന്റെ വെയിറ്റ് ആണ് 1 kilogram. അപ്പോൾ ഫുള്ളിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നും ചെയ്യേണ്ട, ഇതിനെ നേരെ റെസിപ്രോക്കൽ, അതായത് 3/2. ഓക്കെ, 2/3 ഓഫ് ഫുൾ എത്ര? 1 kilogram. 1 kilogram എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3/2 ആയിരിക്കും. അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന് വേർഡ്സിലോട്ട് എഴുതാം. ഓക്കെ, സോ എഴുതാം ഫ്രാക്ഷൻ ഓഫ് 1 piece എത്രയാണ്? 1/3. ക്ലിയർ? ദെൻ ഫ്രാക്ഷൻ ഓഫ് 2 piece എത്രയാണ്? 2/3. ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? 1 1/3 ആണ്. അങ്ങനെ 2 എന്തായിരിക്കും? 2 കൂട്ട 2/3. ഇനി നമുക്ക് വെയിറ്റ് ഓഫ് 2 piece 1 kilogram. ക്ലിയർ? ദെൻ വെയിറ്റ് ഓഫ് wall pumpkin എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു ഈ 2/3 എന്ത് ചെയ്യുക? തിരിച്ചിടുക 3/2. സോ 3/2 കിലോഗ്രാം എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം എന്ന് കിട്ടും. 1.5 കിലോഗ്രാം ആണ് നമ്മുടെ ഫുൾ പംകിൻ്റെ വെയിറ്റ്. ക്ലിയർ? ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് കാണാൻ 2 റെസിപ്രോക്കൽ കാണാൻ മൾട്ടിപ്ലൈ ചെയ്യാം.
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 1.5 liter ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ 3/4 ഓഫ് ദ ക്യാൻ. ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ കംപ്ലീറ്റ്ലി? നമ്മൾ ഇത്ര മുമ്പ് പമ്പിൻ്റെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ചെയ്തത് 2/3 വെയിറ്റ് 1 kilogram ആയിരുന്നു. നമ്മളെങ്ങനെ കണ്ടുപിടിച്ചു? 1 × 3/2 ചെയ്തു, വെയിറ്റ് ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ. ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 3/4 ഓഫ് ക്യാൻ can be filled by 1/2 liter. 1/2 എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഫാഷൻ ആക്കുമ്പോൾ 2 × 1 2 വരും, 2 + 1 3/2. 3/2 ലിറ്റർ ആണ് 3/4 ഓഫ് ദ ക്യാൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വാട്ടർ വേണം ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? വാട്ടർ നീഡഡ് ടു ഫിൽ ദ ക്യാൻ. ഈ ക്വാണ്ടിറ്റി അനക്കാണ്ട് അങ്ങനെ തന്നെ എഴുതുക, 3/2 ഇൻറ്റു ഇവിടെ കിട്ടിയ വാല്യൂ ഇല്ലേ, അത് എത്ര പാർട്ട് ഓഫ് ദ ക്യാൻ, 3/4 ഓഫ് ദ ക്യാൻ എന്നല്ലേ പറഞ്ഞത്, അതിന് നേരെ റെസിപ്രോക്കൽ, അതായത് 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നു? 3/4 3/2 വെള്ളം വേണം. അപ്പോൾ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ അത്രയും ടൈംസ് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. സോ ഇത് ചെയ്യാനായിട്ട് വെട്ടിക്കളയാം. 3 3 വെട്ടിപ്പോവും. 2 2 ഒരു പ്രാവശ്യം, 2 4 2 പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടും? 2 liters കിട്ടും. അപ്പോൾ എന്താണ് ആൻസർ? 2 liter വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്ക് ഫുൾ എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെത്തേഡ് പഠിച്ചില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദർ ആർ 3 pieces ഓഫ് റിബൺ. ഓക്കെ, 3 pieces ഓഫ് റിബൺ. 2 pieces ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് പീസ്, അതായത് 1 മൂന്നാമത്തതിൻ്റെ പകുതി. ലെയ്ഡ് എൻഡ് ഓൺ എൻഡ് കൂടെ ചേർത്ത് വെച്ച് മേക്ക് ഇറ്റ് 1 meter. ഇത് മൂന്നൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1 meter കിട്ടി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീസ്? എങ്ങനെ? 3 റിബൺ ഉണ്ട്, 2ൻ്റെ ഫുള്ളും ഒരെണ്ണത്തിൻ്റെ ഹാഫും കൂടി കൂട്ടിയപ്പോൾ 1 meter കിട്ടി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീസ് ഇൻ സെൻറ്റിമീറ്റർ? നമ്മൾ ആദ്യമേ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. സെൻറ്റിമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ആദ്യമേ തന്നെ എഴുതി വെച്ചേക്കുക. എന്ത്? 1 meter = 100 centimeter. ഇനി നമുക്ക് എഴുതാം എന്ത്? ലെങ്ത് ഓഫ് ലാർജ് പീസ് ഫോംഡ് ബൈ 3 ribbons. എങ്ങനെയാണ്? 1 + 1 + 1/2. മനസ്സിലാവുന്നു? ഒന്ന് 1 ഫുള്ള്, ഒന്ന് 1 ഫുള്ള്, ഒന്ന് ഹാഫ്. 1 + 1 + അതിനാദ്യത്തെ 2 1 കൂടി കൂട്ടുക, 2 കിട്ടും. 2 + 1/2. 2 + 1/2 എങ്ങനെയാണ് കൂട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. 2 + 1/2 എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ? 2 ഇങ്ങോട്ട് പോവും, 2 × 2 4 വരും. പിന്നെ ഈ 1 4 + 1 ഡിവൈഡ് ബൈ താഴെ എന്താണോ ഉള്ളത് അത് തന്നെ. എങ്ങനെ? 2 × 2 4 വരും. ഈ 1 അനക്കാണ്ട് വെക്കുക, താഴെ എന്താണോ അത് കോമൺ. സോ 4 + 1 5 5/2 എന്ന് കിട്ടും. അപ്പോൾ 5/2 ടൈംസ് ഓഫ് ദ റിബൺ, വോൾ റിബൺ, അതാണ് എന്ത്? 1 meter. ലെങ്ത് ഓഫ് ലാർജ് പീസ് ഫോംഡ് ബൈ 3 ribbon ഇൻ ടൈംസ് എത്രയാണ്? 5/2 ടൈംസ് ആണ്. ഇനി നമുക്കറിയാം ലെങ്ത് ഓഫ് 1 piece. എങ്ങനെ കിട്ടും? എളുപ്പമാണ് അല്ലേ? നമുക്ക് ലെങ്ത് ഓഫ് 1 piece 5/2 ടൈംസ് 1 meter ആണെങ്കിൽ ഫുൾ ഒരു പീസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഓക്കെ, 1 meter മീൻസ് 100 centimeter കേട്ടോ. സോ 5/2 ടൈംസ് 100 meter ആണെങ്കിൽ ഒരു പീസിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 100 ഇൻറ്റു ഈ 5/2ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ റെസിപ്രോക്കൽ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചെഴുതാം. സോ എങ്ങനെ കിട്ടും? 100 ഇൻറ്റു 2/5 എന്ന് വരും. എങ്ങനെ? ഫോൾ ലെങ്ത്ത് കിട്ടിയത് ഇൻറ്റു ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ. അപ്പം 2/5 ആണ് എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ?
സോ 100 ഡിവൈഡ് ബൈ 2/5 വെട്ടിക്കളയാം. 5 കൊണ്ട് വെട്ടുവാണ്. 5 5 ഒരു പ്രാവശ്യം, 5 100 20 പ്രാവശ്യം. സോ 20 × 2 40 സെൻറ്റിമീറ്റർ ആണ് എന്ത് ഒരു റിബൺ പീസിൻ്റെ ലെങ്ത് എന്ന് കിട്ടും. എങ്ങനെ നമ്മൾ ചെയ്ത് ഒന്നുകൂടെ നോക്കിക്കേ. നമ്മൾ ചെയ്തത് ഓരോ റിബണും 1 1 ഹാഫ് എന്ന് എടുത്തു. അപ്പോൾ എത്ര ടൈംസ് ആണ് അങ്ങനെ കണ്ടുപിടിക്കും? ലാർജ് പീസ് ഈസ് ഫോംഡ് ബൈ 3 റിബൺ ഇൻ ടൈംസ് 1 + 1 + 1/2. എന്താണ് 1? ഒരു റിബൺ ഫുൾ. ഇത് വേറൊരു റിബൺ ഫുൾ. ഇത് റിബണിൻ്റെ ഹാഫ്. അപ്പോൾ 1 + 1 നമുക്ക് 2 കിട്ടും. 2 + 1/2. 2 + 1/2 കൂട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ക്രോസ് മൾട്ടിപ്പിൾ ആണ് ഏറ്റവും എളുപ്പം. എൽസിഎമ്മിലേക്കൊന്നും പോകണ്ട. 2 × 2 4 വരും. 4 + 1/2 5. സോ 5/2 എന്ന് കിട്ടും. 5/2 ടൈംസ് ആണ് എന്ത് 1 മീറ്റർ. 5/2 ടൈംസ് ആണ് 1 മീറ്റർ എങ്കിൽ 2/5 ടൈംസ് ആയിരിക്കും വോൾ ലെങ്ത് എന്ന് പറയുന്നത്. 1 മീറ്റർ നമ്മൾ 100 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് 1 പീസ് എന്ന് പറയുന്നത് 100 × ഈ 5/2ൻ്റെ റെസിപ്രോക്കൽ, അതായത് 2/5. വെട്ടിക്കളയ 5 ഒരു പ്രാവശ്യം, 5 100 20 പ്രാവശ്യം. 20 × 4 40 ടൈംസ് എന്ന് കിട്ടും. ടൈംസ് അല്ല 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണ്? 40 ആണ്. നമുക്ക് വേണമെങ്കിൽ ഉത്തരം ശരിയാണെന്ന് നോക്കാം. എങ്ങനെയാ നോക്കാം? ഇതിൻ്റെ ലെങ്ത് 40, ഇതിൻ്റെ ലെങ്ത് 40. ഇത് എത്ര എടുത്തിട്ടുള്ളൂ? പകുതി, അതായത് 20 എടുത്തിട്ടുള്ളൂ. 3 കൂടി കൂട്ടിക്ക് 40 + 40 80, 80 + 20 100. നമ്മൾ ഉത്തരം ശരിയാണ്.